ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊതുവെ ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായത് ബി ജെ പിയുടെ കൊടിയിറക്കമാണ്. മോദി തരംഗം അവസാനിക്കുന്നു, പതുക്കെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ബി ജെ പി ഭരണത്തിൽ നിന്ന് പോകും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ മഹാരാഷ്ട്ര എല്ലാ കണക്കുകളും തെറ്റിച്ചു. മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിയെ കാര്യമായി തുണയ്ക്കാത്ത സംസ്ഥാനമാണ്. പക്ഷേ ഇതാ ഇപ്പോൾ അവസാന റൗണ്ട് എത്തുമ്പോൾ ആകെയുള്ള 228 സീറ്റുകളിൽ 224 സീറ്റുകളിലും എൻ ഡി എ മഹായുതി ബി ജെ പി മുന്നണി കുതിച്ചു കയറുകയാണ്. ഇതെന്തൊരു രാഷ്ട്രീയ മാറ്റമാണ്? അല്ല, ആ രാഷ്ട്രീയം ഒന്ന് മഹാരാഷ്ട്രയുടെ ഭൂമിശാസ്ത്രത്തിൽ ഏത് രീതിയിലാണ് അവിടുത്തെ പാർട്ടികൾ ഇടപെട്ടിരുന്നത്. നമുക്കറിയാം, ശിവസേന വളരെ കൃത്യമായിട്ട് ആ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തി, പ്രാദേശികവാദം ഉയർത്തി. നമുക്ക് ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നൊക്കെ പോയിരുന്ന ആളുകൾ കാലി മദ്രാസി എന്ന് പറഞ്ഞിട്ടാണ്, അതായത് കറുത്തവൻ മദ്രാസികൾ അടിച്ചു ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ച് കയറി വന്ന ഒരു പാർട്ടിയാണ് ശരിക്കും. ആ പാർട്ടിക്ക് പിന്നീട് ഉണ്ടായിരുന്നത് ശിവജിയുടെ ഒരു രാഷ്ട്രീയമാണ്, പിന്നീട് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അത് മാറിയ ഒരു കാലാവസ്ഥയാണ് നമ്മൾ കുറേ നാളുകളായിട്ട് ആ പാർട്ടിക്കകത്ത് നിൽക്കുന്നത്. രണ്ട് ഭാഗമായിട്ട് പിളർന്നു. ഒരു ഭാഗം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സഹായിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്നതായിട്ട് മാറി. അപ്പോൾ അവരുടെ ഒരു ഐഡൻറ്റിറ്റി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. അത് പൊളിഞ്ഞു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരും എപ്പോഴും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയും അതേപോലെ തന്നെ ശിവസേനയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരെ ജയിക്കുകയുള്ളൂ. അല്ല, പക്ഷേ ഞാൻ ശിവസേന സംബന്ധിച്ച് ശിവസേന അർഹിക്കുന്ന ഒരു ശിക്ഷയല്ലേ? കാരണം ശിവസേനയും ബി ജെ പിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. വിജയിച്ചു കഴിഞ്ഞപ്പോൾ ശിവസേന നേരെ പോയി കോൺഗ്രസിലൂടെ ചേരുന്നു, എൻ സി പിയും കോൺഗ്രസുമായിട്ട് മുന്നണി ഉണ്ടാക്കുന്നു. അങ്ങനെ ബി ജെ പിയെയും വോട്ടർമാരെയും പറ്റിച്ചല്ലേ ഉദ്ധവ് താക്കറെ ഈ ഗതികേടിൽ? രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് അവർ കൊടുക്കേണ്ട ഒരു വിലയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ പിളർന്ന് ഇത്തരത്തിൽ പൊളിഞ്ഞ് പാളിസായതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതൊരിക്കലും രാഷ്ട്രീയ നിലപാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഒരുമിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ഒരുമിച്ച് തന്നെ നിൽക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ജനങ്ങളുടെ മുന്നിൽ അങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. അതിന് പകരമായിട്ട് അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് കോൺഗ്രസും അതേപോലെ എൻ സി പി ഒക്കെ ആയിട്ട് ചേർന്നതിലുള്ള ഒരു രാഷ്ട്രീയ അധാർമികത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അന്ന് അവർ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ശിവസേന ഒരു മിലിറ്റന്റ് സ്വഭാവത്തിലുള്ളൊരു കേഡർ പാർട്ടിയാണ് അല്ലേ? അതിൻ്റെ പ്രഖ്യാപിത പരമ്പരാഗതമായി ബാൽ താക്കറെ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നൊക്കെ പറഞ്ഞു വന്ന അദ്ദേഹത്തിൻ്റെ പോളിസിയിൽ നിന്ന് വ്യതിചലിച്ച് മുസ്ലിം പ്രീണനം, ഈ വഖഫിൻ്റെ കാര്യത്തിൽ അടുത്തിടയ്ക്ക് ഉദ്ധവ് താക്കറെ പറഞ്ഞു ശിവസേന ഒരിക്കലും വഖഫ് നിയമത്തിൽ തൊടാൻ സമ്മതിക്കത്തില്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഒരു ഏത് പാർട്ടി ആയാലും ആ പാർട്ടിയുടെ ഐഡൻറ്റിറ്റി കീപ്പപ്പ് ചെയ്തില്ലെങ്കിൽ അത് തകർന്ന് തരിപ്പണമായിപ്പോൾ എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം അവർ ജനങ്ങളുടെ മുന്നിൽ അവരുടെ ഒരു പ്രകടന പത്രിക പോലെ അവതരിപ്പിക്കുന്നതെന്ന് ഞങ്ങൾ ഇന്ന രാഷ്ട്രീയം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു, നിങ്ങൾ ഇതിന് വോട്ട് ചെയ്യുന്നല്ലേ. അതെ, ആ പ്രത്യയശാസ്ത്രം അവർ ഉപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവരെ ഉപേക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല എന്നതാണ്. അങ്ങനെ തീർച്ചയായിട്ടും അവർ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ സംശയം എനിക്ക് ചോദിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങേക്ക് തോന്നുന്നത് ഈ മഹാരാഷ്ട്ര ലോക്സഭയിലേക്ക് മോദിക്ക് കാര്യമായി സീറ്റുകൾ കൊടുത്തില്ല, പക്ഷേ നിയമസഭാ ഇലക്ഷനിൽ വാരിക്കോരി കൊടുത്തു, പ്രതീക്ഷിച്ചതിൽ കൂടുതൽ. അതെന്താ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്തും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു അർദ്ധ ഫെഡറൽ സ്വഭാവം, നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമുക്കുണ്ട്. നമ്മളൊരു അർദ്ധ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ഈ ഓരോ സംസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആ സംസ്ഥാന പ്രശ്നങ്ങളോട് എങ്ങനത്തെ സമീപനമാണ് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്. നമ്മൾ ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നോക്കുന്ന സമയത്ത് മഹാരാഷ്ട്രക്കാർക്ക് മഹാരാഷ്ട്രക്കാരുടെ ഐഡൻറ്റിറ്റിയോട് കൂടുതൽ അടുപ്പം പുലർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം എനിക്ക് തോന്നുന്നത് ഈ എൻ ഡി എ സഖ്യം ഒരു മറാത്ത രാഷ്ട്രീയമായിട്ടല്ല എടുത്തിട്ടുണ്ടാവാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം അവരുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുണ്ടാകും. ഒരു മാറ്റം കൂടിയുണ്ട്, സംഘടനാപരമായ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ പല സീറ്റുകളിലും ഒരു തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. മഹായുതിയിൽ എൻ ഡി എ മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പാഠം പഠിച്ച് മുന്നണിയെ കുഴപ്പങ്ങളില്ലാതെ ഒറ്റ യന്ത്രമാക്കാൻ പറ്റി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഈ മുന്നണികൾ പരാജയപ്പെട്ടു പോകുന്നത് തമ്മിലിൻ്റെ അടിസ്ഥാനത്തിലായി. എങ്ങനെയാണ് അവർ തമ്മിൽ തല്ലി തോൽക്കുക എന്നതിന് വാശി കാണിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്.
ആ സമയത്ത് തോറ്റും. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിപൂർണമായിട്ട് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരു മാറ്റി. കാരണം വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ളൊരു റിസർച്ച് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. എനിക്കൊന്ന് പ്രത്യേകിച്ച് RSS ഇരുന്നത് ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നിതിൻ ഗഡ്കരിക്കായിരുന്നു മഹാരാഷ്ട്രയുടെ ചാർജ് കൊടുത്തത്. അതെ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഈ ഇലക്ഷൻ നേരിടേണ്ടതെന്ന് കരുതുന്നത് എവിടെ പെശകൾ പറ്റി അതിന് കരുനീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണമാണ് ആ കിട്ടിയിരിക്കുന്നത്. അതേ സമയത്ത് അപ്പുറത്താണെന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിന് അത് നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. അല്ല, എൻ്റെ ഒരു സുഹൃത്ത്, രാഷ്ട്രീയമൊക്കെ ഗൗരവത്തിൽ നോക്കുന്നൊരു സുഹൃത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞല്ലോ BJP കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, BJP അടുത്ത 25 വർഷത്തേക്ക് പിടിച്ചാൽ കിട്ടില്ല. കാരണം നമ്മൾ കാണുന്ന പാർട്ടിയല്ല BJP. ഇത്രയും 400 സീറ്റ് പ്രതീക്ഷിച്ചിട്ട് 240 സീറ്റിൽ കേവല ഭൂരിപക്ഷം തനിച്ചില്ലാതെ വന്നതിനെക്കുറിച്ച് BJP അതീവ ഗൗരവത്തോടെ പരിഹരിക്കും. അതുകൊണ്ട് ഇനിയാണ് BJPയെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി എല്ലാ തെരഞ്ഞെടുപ്പും അവർ ജയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ ഹരിയാന, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ വലിയ കുതിച്ചുകയറ്റുണ്ടായി, 28 സീറ്റുകൾ നേടി. അപ്പോൾ BJPയെ സംബന്ധിച്ച് BJPയുടെ അസ്തമയം പ്രതീക്ഷിച്ചവർക്ക് വലിയ നിരാശയാണോ ഉണ്ടാവുന്നത്? അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് പറ്റുന്ന പാളിച്ചകൾ തിരുത്തി മുന്നോട്ട് പോയാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും തീർച്ചയായിട്ടും ആ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ അധികാരം നിലനിർത്താൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അധികാരത്തിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ചിലപ്പോൾ അവർ നഷ്ടപ്പെടുത്തുന്നത് കൃത്യമായ പഠനം നടത്താത്തതിൻ്റെ പേരിലും കൃത്യമായിട്ട് അവർക്ക് പറ്റുന്നതായിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കാത്തതിൻ്റെ പേരിലാണ്. BJP പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിലും അത് ഒരു വിന്നിങ് മെഷീനാണ്. ശരിക്കും തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിക്കുന്നവർ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടത്തിയിട്ടാണ്. അതിൽ RSSൻ്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ജാർഖണ്ഡിൽ അവർക്ക് ആ മുന്നേറ്റം നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ അവർ ആ മുന്നേറ്റം നടത്തി. ജാർഖണ്ഡിനേക്കാൾ എത്രയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് മഹാരാഷ്ട്ര. തീർച്ചയായിട്ടും വിഭവ സമാഹരണം നടക്കുന്ന മഹാരാഷ്ട്രയിൽ ഇന്ത്യയുടെ എന്താണ് സാമ്പത്തിക സ്രോതസ്സാണ് ശരിക്കും പറഞ്ഞതിൻ്റെ ഇടയിൽ ബോംബെ എന്ന് പറയുന്നത്. അത് കയ്യിലിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്ര മഹത്തായിട്ടുള്ള ഒരു കോർഡിനേഷൻ നടത്തി ഇലക്ഷൻ വിന്നിങ് സ്ട്രാറ്റജി വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതുകൊണ്ട് അവരുടെ വിന്നിങ് സ്ട്രാറ്റജിയെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നതിൽ അർത്ഥമില്ല. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത്. അടുത്ത വർഷം RSSൻ്റെ 100-ാം വർഷമാണ്. 100-ാം വർഷത്തിൽ സംഘം പോകുമ്പോൾ സംഘത്തിൻ്റെ ഒരു ബ്രാഞ്ചാണല്ലോ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ മുന്നണികളെ ഘടകകക്ഷികളെ ആശ്രയിച്ച് മാത്രം നിൽക്കാൻ പറ്റുക, അതിനോടൊപ്പം മഹാരാഷ്ട്ര പോലുള്ളൊരു സ്റ്റേറ്റും പോവുക എന്നൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ? അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. എനിക്കൊരു സംശയം, നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി രാഹുൽ ഗാന്ധി അതിശക്തനായി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഒരു നാറേറ്റീവ്സ് ഉണ്ടാകുന്നുണ്ട്. അത് മങ്ങുകയല്ലേ? ഹരിയാന പോയി, ഇവിടെ പോയി, ജമ്മു കാശ്മീരിൽ 2-3 സീറ്റേ കിട്ടിയുള്ളൂ കോൺഗ്രസ്സിന്. രാഹുലിൻ്റെ ആ പെട്ടെന്നുണ്ടാക്കിയ ഒരു ഹൈപ്പ് താഴേക്ക് പോവുകയാണോ? അല്ല, അത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് വളരെ മോശമാണ്. BJP ആയിട്ട് ഒരിക്കൽ പോലും മത്സരിക്കാനായിട്ടുള്ള ശേഷിയുള്ളതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊരു കേഡർ സംവിധാനമല്ല, അതൊരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന യാത്രകളൊക്കെ വലിയ സ്വാധീനം ചെലുത്തി. ആൾക്കൂട്ടത്തിൻ്റെ ഒരു വികാരത്തെ ഡെവലപ്പ് ചെയ്യുന്നതിൽ അതിന് വലിയ പങ്കുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. അത് നിലനിർത്തണമെങ്കിൽ സംഘടനാ സംവിധാനമാണ്. അതെ, BJPക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഈ RSS ബാക്കിംഗ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് BJPയുടെ പല ലീഡേഴ്സും ചിലപ്പോൾ അതൊക്കെ മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ RSS അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്ലാൻ ചെയ്താണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. കഴിഞ്ഞ നാളുകളൊക്കെ ആയിട്ട് RSSൻ്റെ നേതാക്കൾ ഇടപെടുന്നതായിട്ടുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും അവർ കയറി ഇടപെടുകയാണ്. അവരതിനനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയം, അവരുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നടത്തുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നത് വളരെ വെൽ പ്ലാൻഡായിട്ടാണ്, ആസൂത്രിതമായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെ എതിർക്കണമെങ്കിലും സ്വാഭാവികമായിട്ടും എന്ത് വേണം? അതുപോലെ ആസൂത്രിതമായിട്ടുള്ള സംവിധാനങ്ങൾ വേണം, ചിട്ടയായിട്ടുള്ള പ്രവർത്തനം വേണം, സംഘടന വേണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സംഘടനാ സംവിധാനം തീരെ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇലക്ഷനിൽ തോറ്റു കഴിയുമ്പോൾ അറിയണത് ഇങ്ങനെ തോറ്റുപോയല്ലോ. അല്ല ഇനിയിപ്പോൾ ഹരിയാനയിൽ തോറ്റപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കുന്നതിന് പകരം വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു. അല്ല, അതെ, ഞാൻ പറഞ്ഞ അതൊക്കെ വെറുതെ കുറച്ച് കഴിയുമ്പോൾ അത്തരം അതൊക്കെ ഉണ്ടെങ്കിൽ ഇത്തവണയും പറയാം ഒരു പക്ഷേ. അതെ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? പരിശോധിച്ച് കൃത്യമായിട്ട് തെളിവ് സഹിതം മാത്രം സംസാരിക്കുക. എല്ലാം സംസാരിച്ചിട്ട് എന്താ കാര്യം?
അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാവി വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അല്ല, കോൺഗ്രസിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള BJP ഒരു പൊളിറ്റിക്സ് വെക്കുന്നുണ്ട്, RSS ഒരു പൊളിറ്റിക്സ് വെക്കും. ആ പൊളിറ്റിക്സിന് ബദലായിട്ട് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് വെക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള സംഘടനാ സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് അവർക്കൊരു ഭാവിയുള്ളത്. ഏത് ജനാധിപത്യ അങ്ങനെ സാധനം ഇല്ല. അല്ല, ഇതില്ല, അതിനെക്കുറിച്ചുള്ള ആലോചന പോലുമില്ല. ഞാൻ പറയാം, ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടവും ഭരണകക്ഷിയും അതേപോലെ തന്നെ പ്രതിപക്ഷവും ആവശ്യമാണ്. അവർ രണ്ടും ശക്തമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ജനങ്ങൾക്ക് ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ ഊന്നി വരാനായിട്ട് അല്ലെങ്കിൽ അതിന് ഊന്നൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് ഈ സംവിധാനങ്ങളെല്ലാം ആവശ്യമാണ്. ഒരു സംഘത്തിന് മാത്രം അതുണ്ടാവുകയും മറ്റവർക്ക് അതില്ലാതെ പോവുകയും ചെയ്യുന്നത് ജനങ്ങൾക്ക് അത്ര നല്ലൊരു കാര്യമല്ല. പക്ഷേ കോൺഗ്രസ് ഇത് ഇത്ര കാലമായിട്ടും അതൊന്നും പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മോദിയുടെയും BJPയുടെയും കാലം കഴിഞ്ഞില്ല എന്ന് തെളിയിക്കുന്നതാണോ മഹാരാഷ്ട്ര ഫലം? അല്ല, BJP അങ്ങനെ എളുപ്പത്തിൽ കാലം കഴിഞ്ഞ് പുറത്തു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർട്ടി അല്ല എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവായിട്ട് കൂടി നമുക്ക് അതിനെ എടുക്കാം. അതങ്ങനെയാണ്. ഇപ്പോൾ പരാജയപ്പെട്ട് പോകുന്ന ഒരവസ്ഥ, പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഒഴുകി പോകുന്നൊരവസ്ഥ, അതൊരിക്കലും അതിന് സംഭവിക്കില്ല. കാരണം എന്താണ്, അതത്ര ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ഒന്നാണ്. അവരുടെ പോളിസികളോട് അവർ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പാർട്ടികൾ, അത് കേഡർ പാർട്ടികൾ ശരിക്കും പരാജയം ഏറ്റുവാങ്ങുന്നത്. പോളിസികൾ, അവരുടെ പോളിസി, കാരണം അവരുടെ പോളിസിയിൽ അട്രാക്ട് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞാലാണ് അവരെന്ത് ചെയ്യുന്നത്, പരാജയപ്പെടും. BJP പക്ഷേ അത് ആ പോളിസി തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവരത് കുറച്ചും കൂടി ഡെമോക്രാറ്റൈസ് ചെയ്യുകയും കുറച്ചും കൂടി ജനകീയമാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ടുള്ള ഊർജ്ജം ഉണ്ടാവും. അപ്പോൾ നിലവിൽ മോദിക്കും BJPക്കും ഇന്ത്യയിൽ ബദലില്ല എന്ന് മഹാരാഷ്ട്ര ബദലില്ലെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബദലായി വരുന്ന, ശരിക്കും ബദലിനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ എവിടെയും. ഞാൻ പറഞ്ഞ ഒരു ഭരണകൂടത്തിനെതിരെ എപ്പോഴും ഒരു ബദൽ സ്കോപ്പ് ഉണ്ട് ശരിക്കും. അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് രാഷ്ട്രീയ പവർ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് അത് നമുക്ക് അംഗീകരിക്കാൻ പോലും പറ്റുള്ളൂ. അതില്ലാത്ത രീതിയിലാണ് പോകുന്നതെന്ന് വെച്ചാൽ ആളുകൾ അത് ശ്രദ്ധിക്കില്ല. ഇതോടെ എനിക്ക് തോന്നുന്നു ഈ മഹാരാഷ്ട്രയിൽ ഇപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ലീഡേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആ ലീഡേഴ്സിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതെ, ഇന്ത്യ മുന്നണി എന്നുള്ള ഏച്ചുകെട്ടിൻ്റെ അവസാനമായി അല്ലേ? അത് ഇത്ര ഫലപ്രദമല്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്ര വഴി നമുക്ക് നൽകുന്നതെന്നാണ് കഥ കഴിയാണ്. അല്ല, അത് പോരാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് തന്നെയാണ് തെളിവ്. ഏതായാലും മോദിയോട് മുട്ടാൻ ഉദ്ധവ് താക്കറെയും ശരത് പവാറും പോലും രാഹുൽ ഗാന്ധി പറയണ്ട, ഇവരാരും ആയിട്ടില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, അവരുടെയൊക്കെ കാലം കഴിഞ്ഞ് പുതിയ ജനറേഷൻ ഉയർന്നു വന്നാൽ മാത്രമാണ് അതിലെന്തെങ്കിലും പ്രതീക്ഷ പുലർത്താൻ ഒരു സാധ്യതയില്ല, ആരെയും കാണാനില്ല. അത് ശരി, എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല. ഏതായാലും മഹാ സുനാമി പോലെ മഹാതരംഗമായി മഹാരാഷ്ട്ര BJP പോലും വിചാരിച്ച് കാണില്ല. 224 സീറ്റ് ശരിയാണ്, അത് വലിയ സാധ്യതയാണ്. അവസാനം വന്നിട്ടില്ല. ഇപ്പോഴും പറയുന്നത് 224 സീറ്റുകളിൽ മുന്നേറുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇനി അങ്ങോട്ടോ ചെറിയ വ്യത്യാസം വന്നാൽ പോലും 220 അടുത്തുള്ള സീറ്റുകളിൽ 288 വലിയ മഹാവിജയം മഹാരാഷ്ട്ര എന്ന് പറയുന്ന പോലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.